നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ പേർക്കും ഈ ഒരു പേഴ്സൺ, നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ള ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ ബോണ്ടിങ്, ആ സോൾ കണക്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ തമ്മിൽ മേ ബി പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എങ്കിൽ പോലും വളരെ ഡീപ്പായിട്ടുള്ള ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രമാത്രം ആഴമേറിയ ഒരു ബന്ധമാണ് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളത് എന്ന് ഇവിടെ കാണുന്നുണ്ട്. ദിസ് കുഡ് ബി ദ വൺ, അതായത് ഈ ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളത്. നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. നിങ്ങളിൽ പലരും ഈ ഒരു സമയത്ത് ആഴമേറിയ ധ്യാനത്തിലാണ്, അതായത് ഒരു ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷൻ സ്റ്റേറ്റിലാണ് എന്ന് കാണുന്നുണ്ട്. ഒരുപാട് സ്പിരിച്വൽ അവേക്കനിങ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്നു. ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നു, ഈ ഒരു സെപ്പറേഷനിൽ മനസ്സിലാക്കുന്നു, ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്നും സെപ്പറേറ്റ് ആയ നിമിഷം മുതൽ നിങ്ങൾക്ക് വളരെയധികം ഒരു സ്പിരിച്വൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നു. മേ ബി ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കണം ഈ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള ആൻസർ മേ ബി ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ സെപ്പറേഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാവുന്നത്? ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സെപ്പറേഷനിലൂടെ പല കാര്യങ്ങളും നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയുടെ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കുന്നത് എന്താണ്, ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ പോലും നിങ്ങൾ അറിയുന്ന ഒരു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്ന ഒരു റിയാലിറ്റി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അത്രമാത്രമാണ് നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ. ഓക്കെ, ഇതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. എത്രമാത്രം നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ പോലും, എത്രമാത്രം നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയാൽ പോലും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാണ്. ഒരു പുതിയ കാര്യം, നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നതുമായിരിക്കാം. ഓക്കെ, കുറച്ചു പേർക്കെങ്കിലും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്ന് കാണുന്നുണ്ട്. അതിന്റെ ഒരു റീസൺ, കുറച്ച് പേര് ഈ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ യാതൊരു വീഴ്ചയും ആ വ്യക്തി വരുത്തിയിട്ടില്ല. യാതൊരു സ്നേഹബന്ധത്തിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല ആ വ്യക്തിക്ക്. അപ്പോൾ പേഴ്സണലി കുറേ മാറ്റേഴ്സ് അവരുടെ ലൈഫിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഈ ഒരു ലെസ് കോണ്ടാക്റ്റിൽ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ഇല്ലാത്തതെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടാവാം, ഫിനാൻഷ്യൽ സ്ട്രഗിൾസ്. പക്ഷെ ആ ഒരു സിറ്റുവേഷനും അവരുടെ ലൈഫിൽ നിന്ന് മാറി വരുന്നുണ്ട്. അതുവഴി അവർ നിങ്ങളിലേക്ക് തിരികെ എത്താനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. ഓക്കെ, കൂടുതൽ പേർക്കും ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ ട്വിൻ ഫ്ലെയിം എനർജിയാണ്. അവർ നിങ്ങളുമായിട്ട് യോജിച്ചുള്ള ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ ലൈഫ് പാർട്ട്ണർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള ഒരു മാരേജിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, വളരെ ഡീപ്പായിട്ടുള്ള ഒരു സോൾ കണക്ഷൻ ആണ് നിങ്ങൾക്ക് തമ്മിലുള്ളത് എന്നിവിടെ വ്യക്തമാകുന്നുണ്ട്. ഓക്കെ, യെസ്, ട്രൂ ലവ്, യു ആർ വർത്തി ഓഫ് ലവ്. സ്നേഹം മാത്രമാണ് നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത്. വളരെ ആഴമേറിയതാണ്. ഈ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ പേഴ്സണെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ പേഴ്സൺ ഓരോ നിമിഷവും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് വളരെ ട്രൂ ആയിട്ടുള്ള ഒരു സ്നേഹമാണ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹത്തിന്റെ വാല്യൂ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ തരുന്നതായിരിക്കും. ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണ് എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും.
ഓക്കെ, യു ആർ worthy ഓഫ് ലവ്. അത്രമാത്രം ആ സ്നേഹബന്ധം എന്ന് പറയുന്നത് അത്രമാത്രം ആഴമേറിയതാണ്. നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടിരുന്നാൽ പോലും നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം ഒരു അല്പം പോലും കുറയാത്ത രീതിയിലുള്ള അത്രമേൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹമാണ്. ഓക്കെ, സപ്പോർട്ട് കെമിസ്ട്രി. നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഹാപ്പിനെസ് ആണ്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും പോസിറ്റിവിറ്റി നിറഞ്ഞൊരു സിറ്റുവേഷൻ ആണ് കാണുന്നത് നിങ്ങൾ. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആവുന്ന ഓരോ നിമിഷത്തിലും നിങ്ങളുടെ സപ്പോർട്ട് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന സമയത്തിൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ കംപ്ലീഷൻ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു സമയത്ത് ആ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, ഈ ഡിവൈൻ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾ രണ്ടുപേരെയും ഒരുമിപ്പിച്ച് ചേർത്ത് ഈ ഭൂമിയിലേക്ക് വിട്ടതാണ് എന്ന് ഇപ്പോൾ ഇവിടെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫിൽ ഈ വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളൊരു റിയാലിറ്റി ആണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത്. ഓക്കെ, ഐ എം സോറി. ഓക്കെ, ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളോട് സോറി പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി എന്തെങ്കിലും സെപ്പറേഷൻ ചിലപ്പോൾ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾ ആഗ്രഹിച്ച കമ്മിറ്റ്മെന്റ് തരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടൊക്കെ യെസ്, ഒരു പോസിബിലിറ്റി ആണ് അവർക്ക്. നിങ്ങളിപ്പോൾ ആഗ്രഹിച്ച ഒരു കാര്യം, നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ച ഒരു കാര്യത്തിന്റെ ആൻസർ യെസ് ആണ്. ഓക്കെ, യു മേക്ക് മീ ഹോപ്പ്ഫുൾ. ഓക്കെ, അവരുടെ ലൈഫിൽ ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയത് നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ഐ കാൺ ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ്. എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും നിന്നെ ഒഴിവാക്കാൻ കഴിയില്ല. ഓക്കെ, അതാണ് ആ ഒരു സോൾ കണക്ഷൻ ആണ് അവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ പരസ്പരം കൂടുതൽ റിയലൈസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് ആള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ആൻഡ് ദെൻ ഐ വിൽ മെസ്സേജ് യു സൂൺ. ഓക്കെ, ആ വ്യക്തി നിങ്ങൾക്ക് ഒരു മെസ്സേജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ആ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ കാൺട്ട് ഫേസ് യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയാത്തതായിട്ടുണ്ട്. അത്രമാത്രം ആ വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനിൽ. മേ ബി ലോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികൾക്ക് ആണെങ്കിൽ ആ വ്യക്തിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടായിരിക്കണം ആ വ്യക്തി നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായത് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഒരു സമയത്ത് നിങ്ങളുമായിട്ട് നിങ്ങളെ ഫേസ് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ,